വർഷങ്ങൾക്ക് ശേഷം രാഹുൽ തൻ്റെ ഗ്രാമത്തിലെ ആ പഴയ തറവാട്ടിലെത്തിയത് ഒരു സന്ധ്യാസമയത്തായിരുന്നു. വിശാലമായ പറമ്പിൽ നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ വലിയ വീട് കണ്ടപ്പോൾ അവനിൽ പഴയ ഓർമ്മകൾ ഉണർന്നു. പക്ഷേ ഈ തവണ അവിടെ എന്തോ ഒരു മാറ്റം അവന് തോന്നി. വീടിൻ്റെ ഉമ്മറത്ത് കയറി വിളക്ക് തെളിക്കാൻ ശ്രമിക്കുമ്പോൾ കാറ്റില്ലാതെ തന്നെ വാതിലുകൾ താനെ അടയുന്നു. മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ നടക്കുന്നത് പോലെ ഒരു ശബ്ദം. രാഹുൽ പതുക്കെ മുകളിലേക്ക് കയറി. അവിടെ ഇരുട്ടിൽ ഒരു മൂലയ്ക്ക് ഒരാൾ നിൽക്കുന്നത് പോലെ അവന് തോന്നി. അമ്മൂമ്മേ, അവൻ പതുക്കെ വിളിച്ചു. ആ നിഴൽ പതുക്കെ തിരിഞ്ഞു. പക്ഷേ അതിന് മുഖമില്ലായിരുന്നു, വെറും ശൂന്യത മാത്രം. പെട്ടെന്ന് ആ രൂപം അവനെ നേരെ പാഞ്ഞെടുത്തു. പേടിച്ച് വിറച്ച് രാഹുൽ കണ്ണുകൾ മുറുക്കെ അടച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ തറവാടിൻ്റെ ഭിത്തിയിൽ അവൻ്റെ നിഴലിനോടൊപ്പം മറ്റൊരു നിഴൽ കൂടിയും അനങ്ങാതെ. അവനത് ഭീതിയോടെ തിരിച്ചറിഞ്ഞു. ആ വലിയ പറമ്പിലെ തറവാട് വീണ്ടും നിശബ്ദയിലാണ്ടു. ഇത്തവണ രാഹുലിൻ്റെ നിശബ്ദത കൂടി അതിൽ കലർന്നു.